ചായ കുടിക്കാൻ നമ്മൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അല്ലേ? ഒന്ന് ടയേർഡ് ആയാൽ പോയൊരു ചായ കുടിക്കും. നല്ല സന്തോഷം തോന്നിയാലും മൂഡ് ഓഫ് ആയാലും ചായ. സുഹൃത്തുക്കളെ കിട്ടിയാൽ അപ്പോഴും ചായ. എന്നാൽ ജപ്പാൻകാർക്ക് ചായ കുടി അങ്ങനെയല്ല. സെൻ ബുദ്ധിസത്തിൽ ഊന്നിയുള്ള ഒരു ആത്മീയ യാത്രയാണ് അവർക്ക് ചായ സൽക്കാരം. കിമോണ ധരിച്ച് പ്രത്യേക ചടങ്ങുകളോടെ മണിക്കൂറുകൾ നീളുന്ന ചനോയു, ചടോ, സടോ തുടങ്ങിയ പേരുകളിലെ ചായ സൽക്കാരങ്ങൾ. ചായയെ സ്വാസ്ഥ്യം, ഐക്യം, ബഹുമാനം എന്നിവയൊക്കെയായി നൂറ്റാണ്ടുകളോളം ബന്ധിപ്പിച്ച ജപ്പാനിലേക്കാണ് ചട്ടായെ ഒരു കോഫി എന്നും പറഞ്ഞ് നെസ്ലെ ചെല്ലുന്നത്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റായ നെസ്കഫേയുമായി മാർക്കറ്റ് പഠിച്ച് അവസരങ്ങൾ അറിഞ്ഞ് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയിലാണ് നെസ്ലെ നെസ്കഫെ അവതരിപ്പിച്ചത്. കോടികൾ മുടക്കി മാസ് മാർക്കറ്റിംഗും ചെയ്തു. പക്ഷെ ജപ്പാൻകാർ നാവിൽ പോലും വെച്ചു നോക്കിയില്ല. ചായ മാത്രം കുടിക്കുന്നവരുടെ നാട്ടിൽ കാപ്പിയിലൂടെ മാർക്കറ്റ് പിടിക്കൽ അസാധ്യമായി തോന്നി നെസ്ലേക്ക്. പക്ഷെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. ജപ്പാന്റെ മൈൻഡ് പഠിക്കാൻ അവർ തീരുമാനിച്ചു. ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ അതിനായി നിയോഗിച്ചു. ഫ്രഞ്ചുകാരനായ ക്ലോട്ടെ റെപ്പേൽ. സൈക്കോ അനലിസ്റ്റും മാർക്കറ്റ് എക്സ്പേർട്ടുമായ റെപ്പേലിന്റെ ആ റെവല്യൂഷണറി സ്ട്രാറ്റജി റിസൾട്ട് ഉണ്ടാക്കിയത് വർഷങ്ങൾ കൊണ്ടാണെന്ന് മാത്രം. ചായ മാത്രം ശീലിച്ച ജപ്പാനിലെ കുട്ടികളിൽ കാപ്പിയോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക, അതായിരുന്നു തന്ത്രം. കുട്ടിക്കാല ഓർമ്മകളിൽ കാപ്പിയുടെ രുചിയും മണവും കൊണ്ടുവരണം. അതിനായി കോഫി ഫ്ലേവേർഡ് കാൻഡീസ് ഇറക്കി. കുട്ടികളുടെ പ്രിയപ്പെട്ട കോഫി കാൻഡീസ് രക്ഷിതാക്കളെയും വശീകരിച്ചു. 10 വർഷം ആ കുട്ടികൾ വളർന്നു, ജോലിക്കാരായി. നെസ്ലെ വീണ്ടും വന്നു നെസ്കഫേയുമായി. പിന്നെയുണ്ടായത് ഒരു വലിയ മാർക്കറ്റ് ബൂം. ലോകത്തെ ഏറ്റവും വലിയ കാപ്പി ഇറക്കുമതിക്കാരാണ് ഇന്ന് ജപ്പാൻ. ചില ഐഡിയകൾ ക്ലിക്കാകാൻ ലോങ് ടേം പ്ലാൻ മാത്രമല്ല, ലോങ് ടേം കാത്തിരിപ്പ് കൂടെ വേണം. പിന്നെ ഒറ്റ ക്ലിക്കാ.